പ്രിയമുള്ളവരെ, എൻ്റെ ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓട്ടം പോയപ്പോഴത്തേക്കും എനിക്ക് ഉണ്ടായ അനുഭവത്തെ സംബന്ധിച്ച് വിശദമായിട്ട് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ട് തന്നെ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച്, ഈ പൊതിച്ചോറിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കൂടെ കിടന്ന് ഓട്ടം ഓടുന്ന കൂട്ടുകാരെല്ലാം കൂടി ഞങ്ങളൊരു ഷോർട്ട് ഫിലിം എടുത്തു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ പൊതിച്ചോറുമായിട്ട് പോയപ്പോൾ ഞങ്ങൾ കൂട്ടത്തിൽ പോവുകയും ആ വീഡിയോ പകർത്തുകയും ചെയ്തു. അത് ഞങ്ങൾ ഒരു ഷോർട്ട് ഫിലിമായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും കാണുക, കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി. ഇനിയും വരാണ്ട്, കുറച്ചുകൂടി വരാണ്ട്. എന്താ ചേട്ടാ? ഒന്ന് മാറി വരെ പോവാം. എന്റെ പൊന്നിയേട്ടാ ഇന്ന് ഓടുന്നില്ല. ഇത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണമാണ്. ഞങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഭക്ഷണം കൊണ്ടുപോവുക. എടാ, നിനക്കൊന്നും വേറെ ഒരു പണിയില്ല. നീയൊക്കെ എത്ര നാൾ കൊടുത്തടാ ഈ കൊതിച്ചോറ്? പല പ്രയോജനം ഉണ്ടായ. ഇലക്ഷനിൽ കാലവാരം നിലത്തടിച്ചില്ലടാ. ഇതൊക്കെ എന്തിനു കൊടുക്കടാ? ആർക്ക് കൊടുക്കടാ? വേറെ പണിയൊന്നും ഇല്ലായിട്ട് ഇറങ്ങിയിരിക്കണം. ആ വണ്ടിയല്ലേ പോ. എന്റെ പൊന്നിയേട്ടാ എന്നെ വിട്ടേലേ. എനിക്കിത് കൊണ്ട കൊടുത്തിട്ട് വേറെ പണിയുള്ളത്. ഞങ്ങളെ ഇതൊരു സേവനമാണ്. ചേട്ടൻ വേറെ വല്ല വണ്ടി നോക്കും. ഓക്കെ. വന്നവരെല്ലാം കൊടുത്തിട്ടേ പോവുള്ളൂ. ബ്ലഡ് കൊടുത്തിട്ടേ പോവുള്ളൂ. പേടിക്കണ്ട. മാലസംഘത്തിലെ ഉണ്ടായിരുന്നില്ല. ഒന്നും പറയണ്ട.
നിന്റെ വണ്ടിക്ക് കൈ കാണിച്ചതിന് ശേഷം നീ പോയല്ല, അതിനുശേഷം ഒരു വണ്ടിയെ കയറി, ഒരു 2 വീലറുകാരൻ അവൻ്റെ പുറകിൽ ഇരുന്ന് പുറത്തങ്ങാട്ട് പോയതേ ഉള്ളൂ. ഒരു വളവ് കഴിഞ്ഞതും ഏതാണ്ടോ എന്താണ്ടൊക്കെയോ സംഭവിച്ച് നേരെ തലകുത്തി മറിഞ്ഞ് താഴത്ത് വീണു. പിന്നെ ഒരു ബോധമില്ലായിരുന്നു. ബോധം തെളിഞ്ഞപ്പോൾ ദേ ഇവിടെ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് കിടക്കുന്നത്. അല്ല ചേട്ടൻ വല്ല കഴിച്ചോ? കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഒരു കുതി ചോറ് തരുമോ? അല്ല ചേട്ടാ, ഓരോ വീട്ടിലെ അമ്മമാരും സഹോദരിമാരും സ്നേഹത്തോടെ കൊണ്ടു വരുന്നെങ്കിൽ കൊച്ചുചോറ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളും ഞങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം 9ആയി. അത് വോട്ടിന് വേണ്ടിയോ രാഷ്ട്രീയവും മതമോ നോക്കിയല്ല, വയറിക്കുന്നവരുടെ നിധി നിറയാതിരിക്കാൻ.